പറ, എന്നോട് പറ, നമ്മൾ എവിടെയാ പോകുന്നതെന്ന്. എടി പറഞ്ഞടാ. സൂവില്? ഏത് സൂവിലാ? സൂവില്. ഡിട്രോയിറ്റ് സൂ ആണോ? ആണോ? നിന്നെ കാണത്തില്ല, നിന്റെ തല വെക്ക്. നിന്റെ തല കാണത്തില്ല തൊപ്പി വെച്ച്. പിക്നിക് ഡേ ആണോ എഡി മാജിനും? ലെറ്റ്സ് ഗോ എന്ന് പറ. ലെറ്റ്സ് ഗോ എന്ന് പറ. എന്നൊക്കെയാ കാണുന്നത് എഡി അവിടെ? എന്നൊക്കെയാ അവിടെ കാണാൻ പറ്റുന്നേ? ലയനെ കാണും, പുലിനെ കാണും, അള്ളാനെ കാണും, പിന്നെ ജിറാഫിനെ കാണും. ഓക്കെ, അത്ര പോയി തർക്കാലം. ഇനി അവിടെ ചെന്നിട്ട് കാണുമ്പോ പറയണോ അപ്പാപ്പിയുടെ എന്നൊക്കെയാന്നേ? കേട്ടോ അമ്മയാ? റെഡി? ലെറ്റ്സ് ഗോ അമ്മയാ. പോവാം. എവിടെ പോവാ അമ്മയെന്ന്? എവിടെയാ പോകുന്നത്? ചവിട്ട് കിട്ടുമോ? ഇതല്ലേ കാണിക്കുന്നേ? കലിപ്പിലാണോ? രാവിലെ കലിപ്പിലാണോ? ഹായ് ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും എക്സിക്യൂട്ടീവ് മലയാളി എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു സൂവിൻ്റെ വ്ളോഗ് ചെയ്താലോ? ഇപ്പോൾ നമ്മളുള്ളത് ഡിട്രോയിറ്റ് സൂവിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ്. ഡിട്രോയിറ്റ് എന്ന് പറയുമ്പം നമ്മുടെ അമേരിക്കയെ പറ്റിയൊക്കെ കേട്ടിട്ടുള്ളവരാണെങ്കിൽ ന്യൂയോർക്ക്, കാലിഫോർണിയ, ടെക്സാസ് അതുപോലെയുള്ള വലിയ സ്റ്റേറ്റുകൾ, പേര് കേട്ട സ്റ്റേറ്റുകളൊക്കെ അറിയായിരിക്കും പോപ്പുലറായിട്ടുള്ളത്. നമ്മളുള്ളത് മിഷിഗൺ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിലാണ്. മിഷിഗൺ, ഡിട്രോയിറ്റ് മിഷിഗൺ. ഈ കാർ കമ്പനികളുടെയൊക്കെ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ഹെഡ് ക്വാർട്ടേഴ്സും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. സ്റ്റെലാൻഡിസ് അല്ലെങ്കിൽ ക്രൈസ്ലർ, ജീപ്പ്, റാം, ഡോഡ്ജ് ആ ഒരു ബ്രാൻഡ് വരുന്നത്. പിന്നെ GM, ജനറൽ മോട്ടോഴ്സ്, അതുപോലെ ഫോർഡ് അതുപോലെയുള്ള പല കാർ കമ്പനികളുടെയും ഒരു ഹെഡ് ക്വാർട്ടേഴ്സും ഹബ്ബും ഒക്കെയാണ് ഡിട്രോയിറ്റ് മിഷിഗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഒരു സൂവിലേക്കാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ഈ സൂ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്താലോ? ഇവിടെ ടിക്കറ്റിൻ്റെ കോസ്റ്റ് വരുന്നത് ഏകദേശം $20 അടുത്താണ്. 19 ഡിസ്കൗണ്ടഡ് ആയിട്ട് കിട്ടും നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ. ഈ ഒരു സൂവിനകത്തുള്ള കാര്യങ്ങളും അതിൻ്റെ എക്സ്പീരിയൻസസുമാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് ഈ സൂവിലേക്ക് നേരെ പോയാലോ? ലെറ്റ്സ് ഗോ. എനിക്കറിയാം ശല്യമാകും. അപ്പം നമ്മുടെ ബാക്കിൽ കഴിച്ചത്, ഈ വണ്ടിയുടെ ബാക്കിൽ 4 പേർ കറക്റ്റായിട്ടാണ് നമ്മളപ്പോൾ എല്ലാവരും വണ്ടിക്കകത്ത് ഫുള്ളാണ്. പ്രത്യേകിച്ച് ബേബീസിൻ്റെ സീറ്റൊക്കെ ഉള്ളതുകൊണ്ട് കണ്ടില്ലേ. എടി എന്നാടാ പ്രശ്നം? എന്നാടാ എടി ദേഷ്യത്തിലാണ്, അമ്മച്ചി ദേഷ്യത്തിലാണ്. സൂവിലെല്ലാം ഡിറക്ഷൻസ് ഉണ്ട് കണ്ടില്ലേ. റെസ്റ്റ് റൂംസ്, കസ്റ്റമർ കെയർ. നമ്മൾ എൻ്റർ ചെയ്തേ ഉള്ളൂ. എല്ലാവരും ഒത്തിരി പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് വേറെ ആൾക്കാർക്ക് വേണ്ടിയൊക്കെ. നാട്ടിലും ഇപ്പോൾ ഉണ്ട്, പക്ഷേ ഇത് നമ്മുടെയും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ സ്ഥലവും കാര്യങ്ങളും എല്ലാം വൃത്തിയായിട്ട് കിടക്കും. അതുപോലെ അവിടെ കുറേ അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് റീസൈക്കിൾ ചെയ്യേണ്ടതെന്നും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ. ഇതാണ് പാർക്കിൻ്റെ എൻട്രൻസ് വരുന്നത് കണ്ടില്ലേ. രാവിലെയാണ്, ഏകദേശം 9 മണിയാകുമ്പോൾ ഈ പാർക്ക് തുറക്കും. ആ ഒരു സമയമാണ്. അപ്പോൾ പിള്ളേരും കുട്ടികളും ഒക്കെ ആയിട്ട് ഒത്തിരി പേര് വരുന്നുണ്ട് കണ്ടില്ലേ. എല്ലാവരും എപ്പോഴും വണ്ടിയൊക്കെ കാണും. അവരുടെ കയ്യിൽ ഇതുപോലെ സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ടുമൊക്കെ വണ്ടികളും കാര്യങ്ങളൊക്കെ കാണും. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. അതുപോലെ ഇവിടെ ഇയർലി മെമ്പർഷിപ്പുകളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 വർഷത്തേക്കിനുള്ളൊരു മെമ്പർഷിപ്പ് എടുത്താൽ എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്ന് കയറാം. അതുപോലെ ടിക്കറ്റും ഇവിടെ അവൈലബിൾ ആണ്. എവിടെ പോവാ? സൂവിലോ? അമ്മ എവിടെ പോവാ? ചോദിക്കണ്ടായിരുന്നു. ഇതാണ് എൻട്രൻസ് വരുന്നത്. ഇല്ല, ഞാൻ കട്ട് ചെയ്തില്ല. ഇല്ല, നീ പറഞ്ഞ ഞാൻ കട്ട് ചെയ്തില്ല. നീ പറ, കട്ട് ചെയ്തത് പറ. ഇതുണ്ടോ 1, 2, 3, 4 എൻട്രൻസുകളാണുള്ളത്. ഓൺലൈനിൽ എടുത്താൽ വേറെ ഇതാണോടാ? വേറെ കൗണ്ടറാണോ? അല്ലല്ലോ. ഇതുണ്ടോ സൂപ്പർ. സൂ അവേഴ്സും കാര്യങ്ങളും അവിടെ എഴുതിയിട്ടുണ്ട്. സൂ റൂൾസ് എഴുതിയിട്ടുണ്ട്. അഡ്മിഷൻ റേറ്റ് ഇതുണ്ടോ. ഒരു മാപ്പ് അവൈലബിൾ ആണ്. ഈ മാപ്പിൽ നമുക്ക് എല്ലാം എവിടെയൊക്കെ ആണെന്ന് കണ്ടുപിടിക്കാം. നമ്മളത് എവിടെയാണ്.
അല്ല ഇവിടെ നിന്ന് ഇതൊരു ഡിജിറ്റൽ മാപ്പായിട്ട് അവൈലബിൾ ആണ് ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന്. കണ്ടില്ല എന്തൊക്കെ ഉണ്ടെന്ന് ഇവിടെയുണ്ട്. അവർ പടം എടുക്കുകയാണ്. Awesome! You guys can go check it out. Okay. ഇവിടെയുള്ള കുറേ സർവീസുകളൊക്കെയാണ്. എഗെയിൻ എല്ലാം കോസ്റ്റ് ആഡ് ചെയ്ത കുറേ പരിപാടികളാണ്. പക്ഷേ ഒരു പടമൊക്കെ എടുക്കും. പടമൊക്കെ എടുത്ത് വേണമെങ്കിൽ നമുക്കത് മേടിക്കാം, ഫ്രെയിം ചെയ്ത് മേടിക്കാം ഇവിടുത്തെ ബ്രാൻഡിൽ, ഡിട്രോയിറ്റ് സൂവിൻ്റെ ബ്രാൻഡിലൊക്കെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഏറ്റവും ആദ്യത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഉണ്ടല്ലേ, പെൻഗ്വിൻ്റെ കൺസർവേഷൻ സെൻ്ററാണ്. ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ പെൻഗ്വിൻസിനെ കാണാം. അതുപോലെ കുട്ടികളുടെ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അവർ വെൽക്കം ചെയ്യുന്നു, ഗുഡ് മോർണിംഗ് പറയുന്നു. നല്ല തണുപ്പായിട്ടത്. അന്റാർട്ടിക്ക എവിടെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ അതുപോലെ വിവിധതരം പെൻഗ്വിനുകളുടെ പേരുകളും ഒക്കെ ഉണ്ട്. കണ്ടില്ലേ, what's the one that used to follow your path? What's its name? Yeah, that's what it stands for. They're so cute. Here they come. Oh, look at the two ones coming at us. Debbie, look at Debbie. Debbie, they're coming. Are the babies are coming right Yeah. Splashes. So the yellow mimics their eyes. Ready? Lead the way. She goes, lead the way. Jackie, look at. He's showing off. Look at that. Oh, they're feeding them. Are they feeding them? Look at that. Look at they're feeding them fish. മാച്ച എന്നാ കാണുന്നേ? പെങ്കിനാണോ മാച്ച? ഒന്ന് കാണിച്ചേ. അപ്പൊ ഈ പെങ്കിനെ കാണിക്കാവോ? എന്ത് ചെയ്യേ? ഓ, എങ്ങനെ ഉണ്ടടി? സൂപ്പറാണോ? അണ്ടർ വാട്ടറിലെ പെൻഗ്വിൻസിൻ്റെ ഒരു ലൈഫാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനുശേഷം ഇവിടെ കുറേ സ്പോൺസർഷിപ്പും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോൾക്ക് ഫാമിലി ഫണ്ട്, ഓരോ ഫാമിലികളുടെ സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള സൂവും കൺസർവേഷനും ഒക്കെ നടന്നു പോകുന്നത്. അല്ലേ, അടിയിൽ കൂടെ പോകുന്നത്. ഇവിടെ കണ്ടോ ഗൈസ്, കുറേ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം ഓരോരോ കണ്ടോ, ട്രാവൽ ടു അന്റാർട്ടിക്ക ഫ്രം ഐസ്ബർഗ് ടു സോഡിയാക്, വെൻ ഷുഡ് വി ഗോ. ഇവിടെ കുറേ സ്പോട്ട് ലൈറ്റ് ഓൺ ദി സ്ക്രീൻ, അതുപോലെ ലൈഫ് അണ്ടർ ദ അമേരിക്കൻ ഐസ്. എടി, ഇതെന്താടാ എടി? എന്താ ഇത്? എന്നാ മീനാണോ? ഐസ് കോർ ഇൻവെസ്റ്റിഗേഷൻസ്, അണ്ടർസ്റ്റാൻഡിങ് ക്ലൈമറ്റ് ചേഞ്ച് യൂസിങ് ഐസ് കോർസ്. ഇവിടെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കുറേ കാര്യങ്ങൾ ഇവർ പറഞ്ഞിട്ടുണ്ട്.
കണ്ടില്ലേ ഗൈസ്, ഇതെല്ലാം ഓരോ ഫാമിലികളുടെ പേരാണ്. അവരൊക്കെ ഡൊണേറ്റ് ചെയ്തിരിക്കുന്ന ഫാമിലികളാണ് ഈ ഒരു പെൻഗ്വിനെ കൺസേർവ് ചെയ്യാനായിട്ട്. കണ്ടില്ലേ, ഈ ഒരു പെൻഗ്വിൻ കൺവേർസേഷൻ സെൻറ്റർ റൺ ചെയ്യാനായിട്ട് ഡൊണേറ്റ് ചെയ്തിരിക്കുന്ന കുറേ ആൾക്കാരുടെ പേരുകളാണ്. കണ്ടില്ലേ, അതൊക്കെ ഓരോ ഫാമിലിയും അതുപോലെ ആൾക്കാരും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാരുമാണ്. പൂ ഉണ്ടോ ഡൈലി? നല്ല രസമില്ലേ? നല്ല ഒരു എന്താ ഒരു കാട് പോലെ അല്ലേ? അത് അവിടെ വീടുകളൊക്കെയാണ് കേട്ടോ. ആ കുറച്ചങ്ങോട്ട് അത് അവിടെ കണ്ടോ കാറുകളൊക്കെ കിടക്കുന്നത്, അവിടെ വീടാണ്. ഇതിനപ്പറയാ, അത് അവിടെ മതില കണ്ടോ. ഒരു സിറ്റിയുടെ നടുക്കാണ് ഈ സൂ വരുന്നത്. എന്താ അല്ലേ? അടുത്ത എന്താ നോക്കാം ഐഡിയ നമുക്ക്. ഓക്കെ, ലെറ്റ്സ് ഗോ. റിവർ ഓട്ടറാണ് ഐഡി. ഇത് കണ്ടോ, ഈ സാധനം ഉണ്ടോ നോക്കാം നമുക്ക്. സീ ഓട്ടർ. അതെ, എന്തോ ഫേസ് പെയിന്റ് ഒക്കെ ഉണ്ട് കണ്ടോ. ഫേസിൽ നമുക്ക് പെയിന്റ് ചെയ്യാം അവിടെ. ഇവിടെ ഇത് കണ്ടോ മുഖത്ത് പെയിന്റ് ചെയ്തിരിക്കുന്നത്. എടിക്ക് പെയിന്റ് ചെയ്യണോ എടിയുടെ മുഖം? ഇത് കണ്ടോ, ഫേസ് പെയിന്റ് ആൻഡ് ഹെന വേണോ? അപ്പയോട് പറയാവേ. എടിക്ക് അങ്ങനെ ചെയ്യണോ? എടി ലെറ്റ്സ് ഗോ. എടുക്കാം. തണുപ്പിക്കാൻ വേണ്ടിയാ ഉണ്ടോ വെള്ളം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാനായിട്ട് സാധനങ്ങളുണ്ട്, പക്ഷെ ഭയങ്കര എക്സ്പെൻസീവാണ്. കണ്ടില്ലേ ഓരോന്നിൻ്റെയൊക്കെ വില. ലോഡഡ് ഫ്രൈസ്, റെഗുലർ സോഡയ്ക്ക് $5.49 ആണ്. ആരെങ്കിലും ഇവിടെ നിന്ന് മേടിക്കുമോ? ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇത് കണ്ടോ ചേച്ചി, ഇവിടെ നമുക്ക് ഓരോ പോകുന്ന വഴിയിലെല്ലാം നമുക്ക് ഓരോരോ ഡിറക്ഷൻസ് ഉണ്ട്. ഇത് കണ്ടില്ലേ, റെപ്റ്റൈൽ ആൻഡ് കൺസർവേഷൻ സെൻറ്റർ അവിടെയാണ്. ക്യാമലുണ്ട് ഫ്രണ്ടിലോട്ട് പോയാൽ. ഗ്രേറ്റ് എയ്പ്സ് ആൻഡ് ഹാംബ്രെ, ആർട്ടിക് റിംഗ് ഓഫ് ലൈഫ്, കൺസ്യൂമേഴ്സ് എനർജി, അത് ഇവിടുത്തെ ഒരു കമ്പനിയാണ്. ഫോർഡ് എഡ്യൂക്കേഷൻ സെൻറ്റർ, അതൊക്കെയാണ് ഫ്രണ്ടിലോട്ട് പോയത്. അതുപോലെ തന്നെ എങ്ങോട്ടാണ് റെസ്റ്റ് റൂംസ്, ഫുഡ് ഏരിയ, മെഡിക്കൽ, അതെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ നടക്കാനുണ്ട്. നല്ല സ്പേഷ്യസ് ആണ്. നല്ല സമയത്ത് വരികയാണെങ്കിൽ വെയിലൊന്നും ഇല്ലാതെ പോകാം. ഇപ്പോൾ രാവിലെ വന്നാൽ ഇച്ചിരി കൂടെ ചൂടൊക്കെ കുറവാണ്. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇതെന്താ? ഇതെല്ലാം ഡീറ്റെയിൽസും കാര്യങ്ങളും കുറേ നല്ല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. കൺസർവേഷൻ സ്റ്റാറ്റസ്, ലീസ്റ്റ് കൺസേൺ, ഹാബിറ്റാറ്റ്, വെസ്റ്റ് ലാൻഡ്, ഗ്രാസി ഫീൽഡ്സ് ത്രൂ കണ്ടോ, എല്ലാം എഴുതിയിട്ടുണ്ട്. വെള്ളം കുടിക്കുക. എടിയെ നോക്കുന്നുണ്ടോ അവൻ? ഒന്ന് തണുക്കാൻ വേണ്ടിയാ ഗൈസ്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒന്ന് ഇറങ്ങിയാലോ? അയ്യോ,
അപ്പോൾ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഗൈസ്. പ്രത്യേകിച്ച് നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ ഇതുപോലെയുള്ള പരിപാടികൾക്കൊക്കെ പോകണമെങ്കിൽ ഭയങ്കര രസമാണ്. ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചാൽ, പക്ഷേ പിന്നെ ഇപ്പോഴാണ് സമയം കിട്ടിയത്. എല്ലാ സ്ഥലങ്ങളിലും ഒക്കെ സൂവും കാര്യങ്ങളൊക്കെ കാണും. പ്രത്യേകിച്ച് ഈ കുട്ടികളാണെങ്കിൽ അവർക്ക് കൂടുതലൊരു ഫണ്ണാണ് ഈ സൂവിലും പാർക്കിലും ഒക്കെ പോകുന്നത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇത് കണ്ടോ ഗൈസ്, ഇത് ടെമ്പററിലി ക്ലോസ്ഡ് ആണ് ഡ്യൂ ടു റെഡ് പാണ്ട കബ്ബർ. സാധാരണ ഇവിടെ വന്നാൽ കാണാവുന്നതാണ്, കണ്ടില്ലേ? പക്ഷേ ഇപ്പം ഇത് കാണാൻ പറ്റില്ല. എൻ്റെ ഹാബിറ്റാറ്റും അതുപോലെ എൻഡേഞ്ചേർഡ് ആണ് ഈ സ്പീഷീസ് വരുന്നത്. ടൈഗർ ഫോറസ്റ്റ്. എന്നാ അമ്മ പോണേ? 2017 11 പേരെന്നാ അവൻ്റെ? അമല്യ. നല്ല പേരാണല്ലോ. നിക്കാവയോ? നിക്കോളോ? എന്ത് പേരാ? അമ്മച്ചി മനസ്സിലായി. നീ വയസ്സിനാണോടാ? വേണ്ട പോണം, അത് കൊടുക്കാൻ വേണ്ട. അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. എങ്ങനെ ഗൊറില്ല എങ്ങനെ കാണിക്കുന്നത്? കാണിച്ചേ. എടി ഗൊറില്ല എങ്ങനെയാടാ? ഗൊറില്ല അങ്ങനെ കാണിച്ചാടാ ഒന്ന്? എന്നാടാ എടിയത്? എടി എന്നാടാ അത്? എന്നാ അത്? ഗൊറില്ലയാണോ? എങ്ങനെ ചെയ്യുന്നേ? എങ്ങനെ കാണിച്ച്? ഓ വീയോ, കണ്ടോ അവൻ ഇരിക്കുന്നുണ്ടോ? നമ്മുടെ ഈ മരം കണ്ടോ ഗൈസ്? വലിയൊരു മരം. Trashed landfills, food waste, wet or soiled, bottles and cans, plastic and aluminum glass. അതുപോലെ ഈ ഒരു സൂവിൻ്റെ ഡിജിറ്റൽ മാപ്പ് അവൈലബിൾ ആണ്. ഫോണിലൂടെ നമുക്കത് വേണമെങ്കിൽ QR കോഡ് വെച്ച് ഡൗൺലോഡ് ചെയ്യാം. മേക്കിംഗ് ഓഫ് എ കിങ്, കാട്ടിലെ രാജാവ്. ഇച്ചിരി പാടാ കാണാൻ, പക്ഷെ ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള സംഭവം ഇരിക്കുന്നത് നല്ല ഹൈറ്റിൽ. എനിക്കൊന്ന് അവർക്ക് പേടിയാണ്. ആണെന്ന് തോന്നുന്നു. അവൻ കുളിച്ചില്ലേ? നോക്കിയമ്മയാ ഹിപ്പോയെ കണ്ടോ അമ്മയാ? അമ്മയ്ക്ക് ഇഷ്ടമായോ? അമ്മയ്ക്ക് ഏതാ ഇഷ്ടമായേ? പെൻഗ്വിനാണോ, ഹിപ്പോയാണോ, സിയോട്ടറാണോ, ഏതാ ഇഷ്ടമായേ? പെൻഗ്വിനാണോ? ഓ, എനിക്കും പെൻഗ്വിനെ ഇഷ്ടം. ഹൈ ഫൈ. ഗുഡ് ജോബ്.
വൈറ്റ് റൈനോ, വൈറ്റ് റൈനോ, റൈനോസറസ്. വോ, എന്ത് വലുതാണ്. ഓ, എന്താല്ലേ, അടിപൊളി. ചൂടെടുക്കാതിരിക്കാനാണെന്ന് തോന്നുന്നു. മണ്ണിലൊക്കെ കുളിച്ച് അതെല്ലാം ദേഹത്ത് നല്ലതായിട്ടാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ? അതെ, അപ്പുറത്ത് മങ്കിയുണ്ട്. ഐഡി എന്നാ മാച്ചേ? പഴം വേണോ? എനിക്ക് തരാമോ പഴം? മങ്കീസിനാണ്. മങ്കിയാണോ? അപ്പാപ്പിക്കില്ലേ? അങ്ങോട്ട് പോയി. അവരെ ഹിപ്പോയൊക്കെ ഉണ്ടോ? അതെ, ഹിപ്പോയൊക്കെ ഉണ്ടോ? അതുണ്ടോ അവിടെ? അതുണ്ടോ? അയ്യോ, ഹിപ്പോ ചെടിയിൽ ഉരുണ്ട് മാറ്റേ. നമ്മൾ ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് നമ്മൾ നടന്ന് ക്യാമലിനെയൊക്കെ കണ്ട് കറങ്ങി ഗൊറില്ലയൊക്കെ കണ്ട് നമ്മളത് ഇവിടെ വന്നു. അഗൈൻ എല്ലാത്തിനെയും ഒന്നും എല്ലാ സമയത്തും കാണാൻ സാധിക്കില്ല. ലയൺ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ കാണാൻ ഇച്ചിരി പാടായിരുന്നു. കണ്ടോ, ഇവിടെയാണ് നമ്മളിപ്പം റൈനോടെ എടുത്ത്. ഇനി നമുക്ക് അവിടെ കുറേ കാണാനുണ്ട്. അതുണ്ടോ, അത് കഴിഞ്ഞ് ഇതുവഴി കറങ്ങാം. ഓസ്ട്രേലിയൻ ഔട്ട് ബാക്ക് അഡ്വഞ്ചർ ഉണ്ട്. പിന്നെ അത് വേണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. നല്ല രസമില്ലേ? ഇടി കാറ്റടിക്കുന്നുണ്ടോടാ, ഇടിയുടെ മുടി പറക്കുന്നുണ്ടോ? നമ്മൾ പറന്നു പോവല്ല, അപ്പൊ പിടിച്ചിട്ടില്ലേ? നല്ല സുഖമുണ്ടല്ലേ അല്ലേ? ഇടി കാറ്റുണ്ടോടാ? തണുക്കുന്നുണ്ടോ? നമ്മൾ എന്നെ കാണാനാ പോകുന്ന അമ്മയാ? ആനക്കുട്ടല്ലേ? കണ്ടോ, കുഞ്ഞനല്ലേ? അയ്യോടാ, സ്മോളല്ലേ? സ്മോൾ ആനല്ലേ? സീബ്ര കാണാൻ റെഡിയാണോ കൊച്ചു? റെഡിയാണോ? അതെന്നെ അമ്മയാ അത്? സീബ്ര അവൻ്റെ വരും. അമ്മയാടെ എടുത്തു പോയിട്ട് കണ്ടോ, തല കുലിക്കപ്പോൾ ഇഷ്ടമായി അവന്. അയ്യോടാ, അവനെ കണ്ടോ അമ്മയാ? അയ്യോടാ, ദേ രണ്ടെണ്ണോ, ഇടിയും മാച്ചിനെ പോലെയാന്ന് തോന്നുന്നു. കണ്ടോ, ഈ 3 എണ്ണം ഉണ്ട്, അപ്പുറത്ത് ഒരെണ്ണമുണ്ട്. അവനെന്നെ കളിക്കുവാണോ? അവനെന്നെ ചെയ്യുന്നു. കണ്ടോ, ഇഷ്ടമായോ എനിക്ക് സിബ്രായെ? അവൻ കളിക്കുക. എടി കണ്ടോടാ, സിബ്രായെ കണ്ടോ? ഇഷ്ടായോടെ എടിക്ക്? അയ്യോ, അതെന്തിനാന്ന് അവൻ അറിയുന്നത് അമ്മയ്ക്കറിയാവോ? അവന് ചൂടെടുക്കാതിരിക്കാൻ വേണ്ടി മണ്ണ് അവൻ്റെ ദേഹത്തോട്ടെല്ലാം ഇടുക. കണ്ടോ, സിബ്ര നിൽക്കുന്നുണ്ടോ? നല്ല ഷോട്ടല്ല. കണ്ടോ സിബ്രയെ? കണ്ടോ അവൻ്റെ പുറത്ത് കയറണോ? അയ്യോ, അവൻ്റെ പുറത്ത് കയറി അവൻ ഓടും, അമയം കൊണ്ട് ഓടും. കണ്ടോ, എത്ര എണ്ണം ഉണ്ട് ഇവിടെ അമ്മയാ? 3 ആണോ? 3 സീബ്രാസ് ആണോ? എനിക്കൂടെ തുറന്നാൽ മതി. തണുപ്പുണ്ടോ? നല്ലതാണോ? എന്നാ സംഭവം? കേരളൻ കോസ്കോടെ അല്ലേ? സ്പാർക്ലിംഗ് ഓറഞ്ച് മാംഗോ ഫ്ലേവർ, നോ കാലറി, 0 കാലറി. പിന്നെ വെള്ളമാണോ ഇത്? ഓ, കാർബണേറ്റഡ് ഫ്ലേവേഡ്. ഓക്കെ, നല്ലതായിരുന്നോ? കുടിച്ചു നോക്കട്ടെ. ഞാൻ കുടിച്ചു നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയാം. കോസ്കോടെ അല്ലേ? കൊള്ളാലോ. 0 കലോറീസ് ഒന്നും പറയാനേ പറ്റുന്നില്ല അല്ലേ? കൊള്ളാം. ഓക്കെ,
ഇതുവരെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസ് ആണ്. ഇതിന്റെ തേർഡ് ടൈം ആണോ? ഓ, എൻ്റെ സെക്കൻഡ് അതാണോ തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇതുമായിട്ട് എന്താ വ്യത്യാസം? അപ്പൊ ഇവിടെ ഉള്ളവർ എന്തായാലും തീർച്ചയായും ഒന്ന് കാണാം. ഇവിടെ ഉള്ളവർ അല്ല, ഇങ്ങോട്ട് വരുക ട്രാവൽ ചെയ്യുന്നവർക്ക് വന്ന് കാണാമല്ലോ. വരുന്നവരും ഒത്തിരി പേര് US വരുമ്പം പല രാജ്യങ്ങളും ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോകും. പക്ഷേ ഡിട്രോയിറ്റിൽ വരുമോ ആൾക്കാർ സാധാരണ? ഇല്ലല്ലോ. അപ്പോൾ ഡിട്രോയിറ്റിൽ വരാനായിട്ടുള്ള ഒരു അട്രാക്ഷനാണിത്. പിന്നെ കാർ കമ്പനീസ്, ഓട്ടോ ഷോ, അതുപോലെയുള്ള കാര്യങ്ങൾ അല്ലേ, അത് ടൈം ചെയ്ത് വരുവാണെങ്കിൽ ഇവിടെ പോകാം. കൂടുതൽ സമ്മർ ടൈമിലാണ് ഇവിടെ വരാൻ ഏറ്റവും നല്ലത്. വളരെ നല്ല വെതറും. അപ്പ് നോർത്തിലൊക്കെ പോവുകയാണെങ്കിൽ വളരെ അടിപൊളിയാണ്. അപ്പ് നോർത്തിൽ ഞങ്ങൾ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. ഇനി ഒരു പ്രാവശ്യം പോകുമ്പോൾ നമ്മൾ വ്ലോഗ് ചെയ്യും. മിഷിഗൻ്റെ അപ്പ് നോർത്ത് വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനും കാണാനും ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് നമുക്ക് നേച്ചർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഹൈക്കിങ്, അതുപോലെ മൗണ്ടൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. വളരെ ഒത്തിരി അട്രാക്ഷൻസ് ഉള്ള ഒരു സ്ഥലമാണ് മിഷിഗൻ എന്ന് പറയുന്നത്. പ്യുവർ മിഷിഗൻ ട്രാവലിന് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഫാളിൽ, വിൻ്ററിൽ സ്നോയും സ്നോ ബോർഡിങ്ങും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ. പക്ഷേ അഗെയിൻ എനിക്ക് തോന്നുന്നു സമ്മറും എൻഡ് ഓഫ് സമ്മറും ഒക്കെ ആകുമ്പോൾ നല്ല സുഖമാണ് ഇവിടെ ട്രാവൽ ചെയ്യാനും കുറേ പരിപാടികൾ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ അമേരിക്കയൊക്കെ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും ഒരു ട്രാവൽ ഡെസ്റ്റിനേഷനായിട്ട് എടുക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 3 to 4 days ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ളതുണ്ട്. ഒത്തിരി കാര്യങ്ങളുണ്ട്. സിറ്റി ലൈഫുണ്ട്. അതുപോലെ സിറ്റി അല്ലാത്ത സ്ഥലങ്ങളിലേക്ക്, മൊബൈലിനൊന്നും വൈഫൈ ഇല്ലാത്ത സ്ഥലങ്ങൾ വരെ ഉണ്ട് മിഷിഗൻ്റെ അപ്പ് നോർത്തിൽ പോയി കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പം ഇനി നമുക്ക് കൂടുതൽ ഈ ഒരു സൂവിൻ്റെ കൂടുതൽ വിഷ്വൽസിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഇതാണോ അമ്മയാണോ വ്ളോഗ് ചെയ്യുന്നത്? അമ്മയെ കാണിക്കണേ. ജിറാഫ് എവിടെയാണെന്നൊക്കെ കാണിക്കുമോ? ഓ, അതാ പടമുണ്ട് അവിടെ അല്ലേ. ഓക്കെ, ആഫ്രിക്കൻ അവിടെ എന്തോ എഴുതിയിട്ടുണ്ട്. അവനും ഇങ്ങോട്ട് വരുന്നുണ്ട് അമ്മേനെ കാണാൻ. അവനും വരുന്നുണ്ട് അല്ലേ. ഇത്ര അടുത്ത കണ്ട കഴിച്ച്, ഇത്ര അടുത്ത് ജിറാഫിനെ കാണാൻ ഞാൻ ആദ്യമായിട്ടാണ്. കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഇവനെ ഇത് കണ്ടായിരുന്നു. ഈ വർഷം ഇത്ര അടുത്ത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്താ ചുമ്മാ നമ്മൾ നടക്കുന്ന വഴികളിലൊക്കെ മയിലിങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. ഇത് രസമാണ് കാണാൻ. ഇത്ര അടുത്ത്, നമ്മുടെ വെറും കയ്യെത്തും ദൂരത്ത്. അല്ല, അത് വേറെ എന്തോ മാനല്ല, അത് വേറെ എന്തോ. കരീബുവോ? മമ്മൂട്ടി. The ring of life, Arctic ring of life. Survival. The land is cold. The land is immense. The land is desert. It is unforgiving. It can be cruel. Tan 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 tan. പോളാർ ബെയറിനെ കാണാൻ പറ്റുമെന്ന് ഇന്നറിയാം. ഇനി വാ, ലക്കുണ്ടോ നോക്കാം നിനക്ക്. എനിക്കോ, ഞാൻ ഓൾറെഡി കണ്ടതാ. എപ്പോ? ഫസ്റ്റ് ടൈം. താങ്ക് യു ഫോർ ദ ഡോണേഴ്സ്. അമ്മേ പൈസ കൊടുക്കുവാണെങ്കിൽ അമ്മയുടെ പേര് ഇവിടെ എഴുതും. നിങ്ങളുടെ ഫാമിലിയുടെ പേര് എഴുതും. വാത്താനം എന്നാ പഴയഞ്ചിറ മൂലയിൽ
വേണേ എഴുതാം, ഒരു 100,000 കൊടുത്താൽ മതി. അമ്മയുടെ പേര് എഴുതണോ അമ്മയാ? എടിയുടെ പേര് എഴുതണോ? അയ്യോ എനിക്ക് വെയിലടിക്കുന്നേ. എങ്ങനെയുണ്ടോ അമ്മയെ? ഹെൽപ്പ് ചെയ്തില്ലേ പപ്പി? എടിക്ക് വേണോടാ ഹെൽപ്പ്? ഓക്കെ, ഇപ്പോൾ ഓക്കെ ആണോ? സെറ്റാണോ? എടി പോളാർ ബെയറിനെ കണ്ടില്ലല്ലോ നമ്മള്. കണ്ടോ? എടി പോളാർ ബെയറിനെ കണ്ടോ നമ്മള്? അമ്മയെ പോളാർ ബെയറിനെ കണ്ടോ? കണ്ടില്ലല്ലേ? ഷേ, അവനെ വിളിച്ച് അവൻ വരുമോ നോക്കാം. വാടാ, ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാ. കൺസർവേഷൻ സ്റ്റാറ്റസ് വോളറബിൾ ഹാബിറ്റാറ്റ് ഫോറസ്റ്റ് ഫ്രോസ്റ്റ് പ്രൂഫ് സൈസ്. നമുക്ക് പോളാർ ബെയറിനെ കാണാൻ പറ്റിയില്ലല്ലോടാ. വെയിറ്റ് ചെയ്യുക നമ്മളല്ലേ. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്തൂടെ നമുക്ക് പോളാർ ബെയറിനെ കാണാം അല്ലേ. ഇത് നമ്മൾ മേളിൽ ഐസ് പോലെ, പക്ഷേ അതെല്ലാം ബിൽഡ് ചെയ്തിട്ടുണ്ടാണ്. അവൻ വരുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അത് കാണാൻ പറ്റുള്ളൂ. എല്ലാ സമയത്തും ഒന്നും കാണാൻ പറ്റില്ല. വരുന്ന സമയത്ത് നമുക്കിവിടെ ഉണ്ടെങ്കിൽ കാണാം. നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ എടി? വരുമോ നോക്കാം. അവൻ വരും. എടിയുടെ ലക്ക് പോലെ ഇരിക്കും, നമ്മുടെ ലക്ക് പോലെ ഇരിക്കും. പപ്പിയുടെ ഫോൺ എടുത്ത് തരാം അവിടെ. ഗുഡ് ജോബ്, താങ്ക് യു. പപ്പിയും വരുവാ. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അതെന്താ പാട്ട്? എനിക്ക് മനസ്സിലായില്ല. ഉണ്ടോ? ഇവിടെ റെഡ് കങ്കാരു ലീസ് കൺസേൺ ആണ്, വലിയ പ്രശ്നമൊന്നുമില്ല എന്നാണ്. കൂടുതൽ ഇങ്ങോട്ട് വരുന്തോറും അത് എൻഡേഞ്ചേർഡ് ആവുകയാണ് ചെയ്യുന്നത്. ഓസ്ട്രേലിയ ആണെന്ന് തോന്നുന്നു. ഓസ്ട്രേലിയ കങ്കാരുവിനെ കാണാം. ഒച്ച ഉണ്ടാക്കരുതേ. കാണില്ലായിരിക്കുമല്ലോ. ഈഗിൾ അല്ലേ? ഈഗിൾ. അപ്പോൾ ഗൈസ്, ഇനിയുള്ളത് റെപ്റ്റൈൽസ് ആണ്. റെപ്റ്റൈൽസിൻ്റെ കൺസർവേഷൻ സെൻ്ററാണ് ഇത്. കണ്ടോ, ഇവിടെ വരുന്നത് പാമ്പ്. എനിക്ക് തോന്നുന്നത് ഏത് തരം റെപ്റ്റൈൽസും ഇവിടെ കാണാൻ സാധിക്കുമായിരിക്കും. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് ഓൾസോ ആമ, പാമ്പ്, മുതല, ലിസാർഡ്, അതുപോലെയുള്ള കുറേ സംഭവങ്ങൾ കാണും. അപ്പോൾ നേരെ നമുക്ക് അകത്തേക്ക് പോകാലോ. ലെറ്റ്സ് ഗോ.
മാച്ചുമ്പോ പേടിയാ മാച്ചു തൊട്ടേ മാച്ചു തൊട്ട് നോക്കി നടന്നു കാണും ആമാ ആമാ രണ്ടെണ്ണല്ലേ എന്ത് പാമ്പാണോ ഈസ്റ്റേൺ മസസോഗ റാറ്റിൽ സ്നേക്ക് റാറ്റിൽ എന്ന് പറഞ്ഞത് മറ്റേ അറിയില്ല പച്ചിലപ്പാമ്പ് കണ്ണു അടച്ചിരിക്കുകയാണ് It's like. Oh yeah, it is. No, that's a whole nother snake. പാമ്പ് ഇത് ഓരോരോ ടൈപ്പിലുള്ള പാമ്പാകുണ്ട്. ഇൻഡോ ചൈനീസ് സ്പിറ്റിംഗ് കോബ്ര, അത് നമ്മുടെ നമ്മുടെ റീജിയനിലാണ് കാണിക്കുന്നത്. കണ്ടില്ലേ, ഇന്ത്യ റീജിയനിൽ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ സൂവിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇവിടെ കുറേ കാര്യം നമ്മൾ മിസ് ചെയ്തു. കാരണം അഗെയിൻ എല്ലാം ഒന്നും നമ്മളവിടെ ചെല്ലുമ്പോൾ അവിടെ കാണണമെന്നില്ല. കാരണം കുറേ നേരം വെയിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ചിലപ്പോൾ ആ ഒരു സമയത്ത് അത് വരും, അല്ലെങ്കിൽ ആ ഒരു ആനിമൽ അല്ലെങ്കിൽ സ്പെസിഫിക്കായിട്ട് ഉറങ്ങുന്നതായിരിക്കാം. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് ഏതായാലും നമ്മുടെ പരിപാടി കഴിഞ്ഞ് നമ്മൾ എക്സിറ്റ് ചെയ്യുകയാണ്. ഇവിടെ വരുമ്പം പ്രത്യേകിച്ച് സ്നാക്സും ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഇവിടെയൊക്കെ വളരെ എക്സ്പെൻസീവാണ് ഫുഡിനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഏതായാലും നമുക്കിനിയും ഈ ബ്ലോഗ് എൻഡ് ചെയ്യാം.